വ്യാപാരി സംഘടനയുടെ ഇടപെടൽ ഫലം കണ്ടു. അടിവാട്ടിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായി. പുതിയ ലൈൻ വലിച്ച് അടിവാട് സ്കൂളിന്റെ പരിസരത്ത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചുകൊണ്ടാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് KSEB പരിഹാരം കണ്ടെത്തിയത്. വർഷങ്ങളായി അടിവാടും പരിസര പ്രദേശങ്ങളും നേരിട്ട് വന്ന വൈദ്യുത പ്രതിസന്ധിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് പരിഹാരമായത്. പ്രദേശത്ത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചാണ് വൈദ്യുതി വിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയത്. അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി തടസ്സം വ്യാപാരികൾക്കും നാട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയെ സമീപിക്കുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി KSEBക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. തുടർന്ന് 11 kV വൈദ്യുതി ലൈൻ എത്തിനിൽക്കുന്ന ഭാഗത്തുനിന്നും പുതിയ ലൈൻ വലിച്ച് അടിവാട് സ്കൂളിന് സമീപം പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതോടെയാണ് പ്രദേശത്തെ വൈദ്യുതി വിതരണത്തിലെ പ്രശ്നത്തിന് പരിഹാരമായത്. പുതിയ ട്രാൻസ്ഫോമറിന്റെ സ്വിച്ച് ഓൺ കർമ്മം പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു നിർവഹിച്ചു. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ദ്യുതി 2 പദ്ധതിയിൽപ്പെടുത്തിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നത്. നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നിരവധിയായ പരാതികളും നമ്മുടെ ആവലാതികളൊക്കെ ബോർഡിൻ്റെ മുൻപാകെയും മറ്റും കൊടുക്കുകയും ഉപഭോക്തൃ കോടതികളിൽ കൊടുത്തതിന് ശേഷം അവിടെ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെയും അതുപോലെ നമ്മുടെ വൈദ്യുതി ബോർഡിലെ AE ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹസിന ഷിഹാബ്, പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മായിൽ, ഷൗക്കത്ത് MP, ആൻസി ഹാരിസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MM അലിയാർ, സെക്രട്ടറി MA ഷെറു, ട്രഷറർ ജോസ് കണ്ടോത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പോത്താനിക്കാട് KSEB എഞ്ചിനീയർ ഗണേഷ് കുമാർ, സബ് എഞ്ചിനീയർ അമൽ ജോർജ്, ഓവർസിയർമാരായ അഷ്റഫ് NM, ഇമ്രാൻ A റഹീം, എൽദോ KM, അബു KM തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KSEB ന്യൂസ്.